അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹില്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തീനി വസ്സൈതൂൻ وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين بلى وأنا على ذلك من الشاهدين صدق الله العلي العظيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ അവൻ്റെ വാക്യങ്ങൾ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അവൻ്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാനും നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ പഠനത്തിൻ്റെ ഈ ക്ലാസ്സിൽ 95-ാം അധ്യായമായ സൂറത്തു തീൻ എന്ന അധ്യായമാണ് നാം പഠന വിധേയമാക്കുന്നത്. സൂറത്തു തീൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതഘട്ടത്തിലാണ് അവതരിച്ചത് എന്നാണ് ഭൂരിഭാഗം മുഫസ്സിറുകളും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ച് അവന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി അവന് സ്വതന്ത്രമായി ജീവിക്കുവാനുള്ള അവസരം സൃഷ്ടിച്ചു. ആ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വേണമെങ്കിൽ അവന് ഏറ്റവും ഉത്കൃഷ്ടനായ ഒരു വ്യക്തിയായിട്ട് ജീവിക്കാം. അങ്ങനെ ഒരു മാർഗനിർദ്ദേശമൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് താന്തോന്നിയായിക്കൊണ്ട് മനുഷ്യർ ജീവിക്കാം. പക്ഷേ രണ്ട് രീതികളും ഒരുപോലെ ആവില്ല. ഇത് ഒന്ന് ഏറ്റവും ഉത്കൃഷ്ടമായ അത്യുത്തമമായ ഒരു മഹനീയമായ വിധാനത്തിലേക്ക് നിലപാടിലേക്ക് മനുഷ്യനെ ഉയർത്തുമ്പോൾ, രണ്ടാമത്തെ നിലപാട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് മാർഗനിർദ്ദേശങ്ങളുടെ ആവശ്യമില്ല എന്ന് വിചാരിച്ച് താന്തോന്നിയായി ജീവിക്കുവാൻ തീരുമാനിക്കുന്ന മനുഷ്യൻ ഏറ്റവും നികൃഷ്ടമായ, ഇവിടെ സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടിക്കും താഴാൻ പറ്റാത്ത വിധത്തിലുള്ള നിലവാരത്തിലേക്ക്, തറ നിലവാരത്തിലേക്ക്, അതിനേക്കാൾ പടുകുഴിയിലേക്ക് താഴ്ന്നു നിർത്തുന്ന ഒരു രൂപത്തിലേക്കായിരിക്കും രണ്ടാമത്തെ അവസ്ഥ മനുഷ്യനെ എത്തിക്കുന്നത്. പക്ഷേ ഈ രണ്ടും തീർച്ചയായിട്ടും ഒരുപോലെയാവില്ല. ഇത് രണ്ടും തീർത്തും വലിയ അന്തരമുണ്ട്. ഈ അന്തരത്തിൻ്റെ പേരിൽ മനുഷ്യർക്ക് യോജിച്ച പ്രതിഫലം, ഏറ്റവും യോജിച്ച ശിക്ഷ, ഇത് രണ്ടും നൽകൽ അള്ളാഹുവിൻ്റെ നീതിയുടെ താൽപ്പര്യമാണ്. ഈ യാഥാർത്ഥ്യമാണ് ചെറിയ ആയത്തുകളിലൂടെ 8 സൂക്തങ്ങളിലൂടെ സൂറത്തു തീൻ നമ്മുടെ മുമ്പാകെ വ്യക്തമാക്കുന്നത്. ഇതിൻ്റെ പാരായണം നമുക്ക് ശ്രദ്ധിക്കാം. أعوذ بالله من الشيطان الرجيم
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين بلى نحن على ذلك من الشاهدين صدق الله العلي العظيم. ഈ സൂറത്തിൻ്റെ അവസാനം അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ ഒരു ചോദ്യത്തോടു കൂടിയാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. വിധികർത്താക്കളിൽ ഏറ്റവും നന്നായിട്ട് വിധി കൽപ്പിക്കുന്നത് അള്ളാഹു അല്ലയോ എന്ന ഒരു ചോദ്യമാണ്. അലൈസല്ലാഹ്. ഈ ആയത്ത് ഓതി കഴിയുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. ബല വ അന അലാ ദാലിക മിനശാഹിദീൻ. അതെ, നീ തന്നെയാണ് ഏറ്റവും നല്ല വിധികർത്താവ് എന്നുള്ള അർത്ഥത്തിൽ. ബല വ അന അലാ ദാലിക മിനശാഹിദീൻ, ഞാനും അതിന് സാക്ഷിയാണ് എന്നുള്ളത്. അങ്ങനെ പറയുന്നത് സുന്നത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. മറ്റ് ചില സൂറകളിൽ എന്നതുപോലെ തന്നെ ഈ അധ്യായത്തിലും ഏതാനും ചില വസ്തുക്കളെ പിടിച്ച് ആണയിട്ടുകൊണ്ട് സത്യം ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. അതിലൊന്നാമത് വത്തീൻ എന്നാണ്. തീൻ എന്ന് പറഞ്ഞാൽ അത്തി എന്നാണ് അർത്ഥം. അത്തിമരം. വത്തീനി, അത്തിയാണ് സത്യം എന്ന്. വസ്സൈതൂൻ, രണ്ടാമത് സത്യം ചെയ്യുന്നത്, ആണയിടുന്നത് സൈത്തൂൻ ആണ്, അഥവാ ഒലിവ്. അത്തിയും ഒലീവുമാണ് സത്യം. അത്തിയാണ്, ഒലീവാണ്. രണ്ട് സസ്യങ്ങളാണ് അത്തി, ഒലീവ്. പിന്നീട് പറയുന്നത് വതൂരി സീനീൻ. തൂരി സീനീൻ, സീന പർവ്വതമാണ്. തൂർ പർവ്വതം. സീനീൻ, സീന ഉപദ്വീപിലെ പർവ്വതമാണ്. വതൂരി സീനീൻ. വഹാദൽ ബലദിൽ അമീൻ, നിർഭയമായ സുരക്ഷിതമായ ഈ ബലദ്, ഈ നാടുമാണ്, ഈ പട്ടണവുമാണ് സത്യം. 4 കാര്യങ്ങളെ ആണയിടുമ്പോൾ ആദ്യത്തെ 2 സസ്യമാണ്, ചെടികളാണ്. വത്തീനി വസ്സൈതൂൻ, അത്തിയും ഒലീവും. വതൂരി സീനീൻ, സീന പർവ്വതം. മൂന്നാമത് പറയുന്ന സീന ഒരു പ്രദേശമാണ്, ഒരു ഭൂഭാഗത്തെ സൂചിപ്പിക്കുന്നു. വഹാദൽ ബലദിൽ അമീൻ, നാലാമതും ഒരു ഭൂഭാഗത്തെയാണ് പറയുന്നത്. നിർഭയമായ സുരക്ഷിതമായ ഈ നാട് സാക്ഷി. വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനം നൽകിയ നിരവധി മുഫസ്സിറുകളുണ്ട്. ഖുർആൻ വ്യാഖ്യാന ശാസ്ത്രജ്ഞർ അവർ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ ഈ പറഞ്ഞ 4 എണ്ണത്തിനും നൽകിയിട്ടുണ്ട്. ആ 4-ൽ വത്തീനി വസ്സൈത്തൂൻ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുന്ന ഒരു സംഗതി, കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് അത്തി, ഒലീവ്. ചില മുഫസ്സിറുകൾ പറയുന്നത് അത് ആ മരം തന്നെയല്ല ഉദ്ദേശിച്ചത്. വേറെ ചില ആളുകൾ പറയുന്നു അത് മരം തന്നെയാണ്, അത്തിമരത്തെയാണ്. സൈത്തൂൻ ഒലിവിനെയാണ്. ഇത് രണ്ടും വളരെയേറെ പ്രയോജനങ്ങൾ മനുഷ്യർക്ക് നൽകുന്നുണ്ട്. ഒട്ടേറെ ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങളാണ് അവ എന്നൊക്കെ അതിനെ വിശദീകരിച്ചുകൊണ്ട് അവ തന്നെയാണ് അത് ഉദ്ദേശിച്ചത് എന്ന് പറയുന്നുണ്ട്. വേറെ ചില വ്യാഖ്യാനമനുസരിച്ച് അത് പറയുന്നത് തീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അത്തി മരം,
അതുപോലെ തന്നെ ജെയ്ത്തൂൻ, ഒലിവ് മരം ഒക്കെ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്ന പ്രദേശമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഒരു വ്യാഖ്യാനം. കൂടുതൽ സ്വീകാര്യമാവുന്ന ഒരു വ്യാഖ്യാനമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നീട് പറയുന്നത് 2 സ്ഥലങ്ങളാണല്ലോ, തൂർ അതുപോലെ ഹാദൽ ബലദിൽ അമീൻ, മക്ക പട്ടണത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ സീന ഉപദ്വീപിനെ സംബന്ധിച്ചും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതും അങ്ങനെയാവാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാം. വത്തീനി വസ്സൈത്തൂൻ, അങ്ങനെ വരുമ്പോൾ അത്തിമരവും ഒലിവും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രദേശം എന്ന് പറയുന്നത് സിറിയ ഫലസ്തീൻ മേഖലയാണ്. വളരെ കൂടുതലായിട്ട് അത്തിമരം കാണാവുന്ന ഒരു പ്രദേശമാണ് ദമസ്കസ്, സിറിയ. അതുപോലെ തന്നെ ഒലീവ്, ഫലസ്തീൻ, ഈ 2 പ്രദേശങ്ങൾ, സിറിയ, ഫലസ്തീൻ, ഈ പ്രദേശങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശമെന്ന് ഒരു വ്യാഖ്യാനമുണ്ട്. തുടർന്ന് സത്യം ചെയ്ത് പറയുന്ന കാര്യമെന്ത് എന്ന് പറയുന്നതിലേക്ക് കൂടുതൽ യോജിച്ചതും ഇത് തന്നെയാണ്. വത്തീനി വസ്സൈത്തൂനി വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ. അത്തിയും ഒലിവുമാണ് സത്യം എന്ന് പറയുമ്പോൾ, ആ പ്രദേശങ്ങളാണ് എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട്. ചില നാടുകൾ പ്രസിദ്ധമാവുക, അതിന് പേര് തന്നെ കൊടുക്കുക, അവിടെ കൂടുതലായി കണ്ടുവരുന്ന സസ്യത്തിൻ്റെ പേര് അവിടേക്ക് ചേർക്കാറുണ്ട്. നമ്മുടെ കേരളം തന്നെ അതിന് ഉദാഹരണമാണല്ലോ. കേര വൃക്ഷങ്ങൾ വളരെ കൂടുതലായി വളരുന്ന ഒരു പ്രദേശമായതുകൊണ്ട് ഈ ഭൂപ്രദേശത്തിന് നമ്മൾ കേരളം എന്ന് വിളിക്കുന്നു. അതുപോലെയാണ് ഈ തീൻ, വത്തീനി വസ്സൈത്തൂൻ എന്ന് പറയുമ്പോൾ അത് വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്ന പ്രദേശമാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ന് അതിൽ നിന്ന് വായിച്ചെടുക്കുന്നു. വത്തീനി വസ്സൈത്തൂനി വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ. ഇവ 4 വസ്തുക്കളുടെ ഒരു പ്രദേശമായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ, പ്രദേശം ഭൂഭാഗമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നതെങ്കിൽ അവക്ക് വലിയ സാമ്യതകളുണ്ട്, സമാനതകളുണ്ട്. അവ പ്രവാചകന്മാരുടെ ആഗമന സ്ഥലങ്ങളാണ്. വത്തീനി വസ്സൈത്തൂൻ, സിറിയ ഫലസ്തീൻ മേഖലയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഒട്ടേറെ പ്രവാചകന്മാർ, ഈസ അലൈഹിസ്സലാത്തു വസ്സലാം വരെ ധാരാളം പ്രവാചകന്മാർ ആഗതരായ ഭൂമിയാണ്, മണ്ണാണ് സിറിയ ഫലസ്തീൻ. തൂർ സീന നമ്മൾക്ക് പറയേണ്ടതില്ല, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന പ്രവാചകനുമായി നേർക്കുനേരെ ബന്ധപ്പെട്ടതാണ്. വഹാദൽ ബലദിൽ അമീൻ, അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിലൂടെ ഏറ്റവും വിശിഷ്ടമായ ഒരു പ്രദേശം. അതിനു മുമ്പേ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഈ പ്രവാചകന്മാരെ കൊണ്ടൊക്കെ അനുഗ്രഹീതമായ നാട്. ഈ 4 നാടുകളും പ്രവാചകന്മാരുടെ ആഗമനവുമായിട്ട്, അവരുടെ ജനന, അതുപോലെ തന്നെ അവരുടെ ദൗത്യ നിർവഹണവുമായിട്ട് വളരെ ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളാണ്. എന്താണ് ഇവയെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നത്? ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ലഖദ് ഖലഖ്നൽ ഇൻസാൻ, നിശ്ചയമായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. അൽ ഇൻസാൻ, മനുഷ്യൻ. ലഖദ് ഖലഖ്ന, തീർച്ചയായും നാം സൃഷ്ടിച്ചിരിക്കുന്നു. അൽ ഇൻസാന, മനുഷ്യനെ. ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും വിശിഷ്ടമായ ഒരു ഘടനയിൽ. അഹ്സൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സുന്ദരമായ, ഏറ്റവും മനോഹരമായ, ഏറ്റവും പൂർണ്ണതയുള്ള എന്നൊക്കെ പറയാം അഹ്സൻ. തഖ്വീം, ഘടന, ചേർത്തുവെക്കൽ, പാകപ്പെടുത്തൽ എന്നൊക്കെ പറയാം. ഫി അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല ഒരു ഫിറ്റായ, ഏറ്റവും യോജിച്ച, അനുഗുണമായ ഒരു ഉത്കൃഷ്ടമായ ഘടനയിലാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചത് എന്നാണ് സത്യം ചെയ്ത് പറയുന്ന കാര്യം. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഞാൻ അതിൽ പെടും, നിങ്ങൾ ഓരോരുത്തരും പെടും. നമ്മളെയൊക്കെ സൃഷ്ടിച്ചത് ഏറ്റവും വിശിഷ്ടമായ ഘടനയിലാണ്. നമ്മൾ മാത്രമല്ല, ലോകത്ത് മനുഷ്യരായിട്ട് ഏതൊക്കെ ജാതി വർഗങ്ങളുണ്ടോ, ഈ കാട്ടിൽ താമസിക്കുന്ന ആദിവാസിയും വളരെ പരിഷ്കൃതമായ നഗരവാസിയായ വ്യക്തിയും,
അങ്ങനെ വ്യത്യസ്ത ഭൂഗോളത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ താമസിക്കുന്ന വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള വ്യത്യസ്ത സംസ്കാരങ്ങളും ഭാഷകളും ഒക്കെ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരു മനുഷ്യനും ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനാണോ അവൻ ഉത്കൃഷ്ടമായ അതിവിശിഷ്ടമായ ഒരു ഘടനയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, എന്നിട്ട് പറയുന്നു പിന്നീട് നാം അവനെ മടക്കി, റദദ്നാഹു നാം അവനെ മടക്കി, അസ്ഫല സാഫിലീൻ, അസ്ഫൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിയിൽ എന്നർത്ഥം. സാഫിലീൻ അടിയിലായവർ, അധപ്പതിച്ചവരിൽ, താഴ്ന്നവരിൽ, നീചരിൽ എന്നൊക്കെ പറയാം. നീചരിൽ ഏറ്റവും നീചനായിട്ട് മനുഷ്യനെ നാം മടക്കി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. കാരണം അവനാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുന്നവൻ. എൻ്റെ രൂപഘടന അത് എങ്ങനെ വേണമെന്ന് വളരെ കൃത്യം, അതിൻ്റെ ഏറ്റവും ആദ്യത്തെ പടി മുതൽ അവസാനം വരെ അതിനെ നിശ്ചയിച്ച് രൂപപ്പെടുത്തി നിയന്ത്രിച്ച് അവസാനിപ്പിക്കുന്നവൻ അള്ളാഹുവാണ്. ഒരാൾക്കും കൈകടത്താൻ കഴിയില്ല. അങ്ങനെ സൃഷ്ടിച്ച് ഖാലിഖായ, മുസവ്വിറായ, എല്ലാത്തിനെയും രൂപപ്പെടുത്തിയ, അതിനെ അൽ ഖയ്യൂം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, എല്ലാ മനുഷ്യരെയും, മനുഷ്യൻ എന്ന് പറയുന്ന വിഭാഗത്തെ, ആ സൃഷ്ടിയെ ഏറ്റവും വിശിഷ്ടമായ ഒരു ഘടനയാണ് നാം അവന് നൽകിയതെന്ന്. ഈ പ്രപഞ്ചത്തിൽ നിരവധി ജീവജാലങ്ങളുണ്ട്. അള്ളാഹു സൃഷ്ടിച്ച നിരവധി സൃഷ്ടികളുണ്ട്. ആ സൃഷ്ടികളിൽ ഏറ്റവും ഭീമാകാരമായ, മനുഷ്യനേക്കാൾ 10 മടങ്ങ് വലുപ്പമുള്ള, ഭാരമുള്ള, അതിഭീകരമായ ജീവജാലങ്ങളുണ്ട്. മനുഷ്യനോളം വലുപ്പം വരുന്നവയുണ്ട്, മനുഷ്യനേക്കാൾ വളരെ താഴ്ന്നതുമുണ്ട്. അവയേക്കാളൊക്കെ ഉത്കൃഷ്ടമാണ്, വിശിഷ്ടമാണ് മനുഷ്യൻ എന്ന്. ചില ജീവികളെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകമായി പറയും, വല്ലാത്തൊരു കഴിവാണ് കേട്ടോ. തേനീച്ച കൂട് നിർമ്മിക്കുന്നത് കണ്ടില്ലേ? തേൻ നിർമ്മിക്കുന്ന തേനീച്ച, എങ്ങനെയാണ് തേൻ, വിവിധ പൂക്കളിൽ നിന്ന് മധു ശേഖരിച്ച് തേനുണ്ടാക്കുന്ന തേനീച്ച, അവ സൃഷ്ടിക്കുന്ന അതിമനോഹരമായ അവയുടെ അറകൾ, ഒരു സ്ഥലത്തുനിന്നും പഠിക്കാത്ത തേനീച്ച അത് സൃഷ്ടിക്കുന്നു. പക്ഷേ തേനീച്ചക്ക് അതേ കഴിയൂ. മനുഷ്യരെ, ജീവികളുടെ കൂട്ടത്തിലെ കാട്ടിലെ എഞ്ചിനീയർ എന്ന് പറയുന്ന ബീവർ, അതിനെ സംബന്ധിച്ച് ധാരാളം പഠനങ്ങൾ നടത്തപ്പെട്ടിട്ടുണ്ട്. എത്ര വിദഗ്ധമായിട്ടാണ് ബീവർ തടയണ നിർമ്മിക്കുന്നുണ്ട്. കാട്ടിൽ ചെറിയ അരുവികളിൽ മരക്കഷ്ണങ്ങൾ കൊണ്ടുവന്നിട്ട് അവിടെ തടയണ, ഡാം നിർമ്മിക്കുന്നു ബീവർ. അത്ഭുതകരമാണെന്ന് മനുഷ്യൻ പറയും. പക്ഷേ ബീവറിന് അതേ കഴിയും. മത്സ്യങ്ങൾ കണ്ടില്ലേ? ആഴമേറിയ അഗാധമായ സമുദ്രങ്ങളിലൂടെ വളരെ സുന്ദരമായിട്ട്, എന്തൊരു മനോഹരമായ ദൃശ്യമാണ് മത്സ്യങ്ങളുടെ ആ ഊളിയിടൽ. കിലോമീറ്ററുകൾ, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ പറന്ന് ദേശാടനം ചെയ്യുന്ന പക്ഷികളെ ശ്രദ്ധിച്ചിട്ടില്ലേ? എത്ര മനോഹരമാണ്. മനുഷ്യർക്ക് എങ്ങനെ കഴിയാനാ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, പറവകൾക്ക് നൽകപ്പെട്ടത്, ആ പറവകൾക്ക് അങ്ങനെ പറക്കാൻ അത് അന്തരീക്ഷത്തിലൂടെ മാത്രമേ കഴിയൂ. അതിനൊരിക്കലും തന്നെ ജലത്തിനടിയിലൂടെ, സമുദ്രത്തിൻ്റെ അഗാധതയിലൂടെ ഊളിയിടുവാൻ പറവകൾക്ക് കഴിയില്ലല്ലോ. മത്സ്യങ്ങളെ നിങ്ങൾ അല്പസമയം പിടിച്ച് കരയിലേക്ക് എടുത്തിടുക, ഒരു നിമിഷം അതിൻ്റെ ആ പിടച്ചിൽ അവസാനിക്കുന്നത് വരെ മാത്രമേ അത് പിടയൂ. കഴിയില്ല അതിന് കരയിൽ ജീവിക്കാൻ. കാട്ടിൽ കിടക്കുന്ന ആനയെ വെള്ളത്തിലേക്ക് എടുത്തിട്ടാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ മനുഷ്യൻ, അവൻ കാട്ടിലുണ്ട്, കരയിലുണ്ട്, അവൻ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ വർഷങ്ങളോളം കഴിയാൻ ആവശ്യമായ സങ്കേതങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അവന് വായുവിലൂടെ 10,000-കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിക്കുവാൻ ആവശ്യമായ യന്ത്രങ്ങൾ അവൻ കണ്ടെത്തിയിട്ടുണ്ട്. വളരെ വിദൂരതയിൽ കഴിയുന്ന ഗ്രഹങ്ങളിൽ എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് അന്വേഷിച്ചറിയുവാൻ ആവശ്യമായ പേടകങ്ങൾ അവൻ സൃഷ്ടിച്ചിട്ടുണ്ട്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം.
എല്ലാ സൃഷ്ടികളെയും വെല്ലുന്ന അതിവിശിഷ്ടമായ ഒരു ഘടനയിലാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാം അതിലുണ്ട്. വല്ലാത്ത കഴിവ് അള്ളാഹു എനിക്കും നിങ്ങൾക്കും നൽകിയ ധൈഷണികമായ കഴിവ്, ബുദ്ധിപരമായ കഴിവ്. അതുകൊണ്ട് അത് ഉപയോഗിച്ചിട്ട് മനുഷ്യന് അങ്ങനെ ഓരോ ദിവസവും പുരോഗമിക്കല്ലേ. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇല്ലാത്ത എന്തൊക്കെ സംവിധാനങ്ങളാണ് ഇപ്പോൾ വന്നത്. ഇപ്പം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നാം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കാണുന്ന മീഡിയ അല്ല ഇനി അടുത്ത തലമുറ അനുഭവിക്കുക. അവർക്ക് സംവേദനം ചെയ്യുവാൻ, അവർക്ക് ആശയവിനിമയം നടത്തുവാൻ പുതിയ രൂപങ്ങളും മാതൃകകളും ഉണ്ടാക്കപ്പെടും. ഓരോ ദിവസവും അനുദിനം മാറ്റി മറിക്കലുകൾക്ക്, പുതിയ പുതിയ വികാസങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന മനുഷ്യൻ. ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിവിശിഷ്ടമായൊരു ഘടന നൽകിയതുകൊണ്ടാണ് ഇത് സാധ്യമായത്. പക്ഷേ എന്തു ചെയ്യാനാ? ഈ വൈശിഷ്ട്യം കാത്തു സൂക്ഷിക്കേണ്ടത് ആരാ എന്ന് ചോദിച്ചാൽ ഞാനാണ്, നാം ഓരോരുത്തരാണ്, ഓരോ മനുഷ്യനുമാണ്. ആ വിശിഷ്ടതയുടെ, ആ വൈശിഷ്ട്യത്തിൻ്റെ, ആ മാഹാത്മ്യത്തിൻ്റെ പാരമ്യതയിൽ എത്തിയ ആളുകളാണ് മഹാന്മാരായ അമ്പിയാക്കൾ, പ്രവാചകന്മാർ. നേരത്തെ പറഞ്ഞല്ലോ, അമ്പിയാക്കളുടെ ആഗമനം കൊണ്ട് പവിത്രമായ വിശുദ്ധമായി മാറിയ സ്ഥലങ്ങളാണ്, നഗരങ്ങളാണ് സിറിയയും ഫലസ്തീനും മക്കയും ഒക്കെ എന്ന് നമ്മൾ പറയുകയുണ്ടായി. അതുപോലെ ഏറ്റവും വിശിഷ്ടമായ ഒരു മനുഷ്യനെ പ്രവാചകനാവുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ അവനേക്കാൾ ശ്രേഷ്ഠനായിട്ട് മറ്റാരും ഇല്ലാതിരിക്കുക എന്നാണ്. മാലാഖമാരുണ്ട്, മലക്കുകൾ. മാലാഖമാരേക്കാൾ ഉയർന്ന് അത്യുന്നതങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ഘടനയാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത്. പക്ഷേ അവനെങ്ങാനും താഴാൻ തീരുമാനിച്ചാലോ, അവനൊന്ന് വ്യതിചലിക്കാൻ, എനിക്കങ്ങനെ നിയമനിർദ്ദേശങ്ങളൊന്നും ആവശ്യമില്ല, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കുമെന്നൊരുത്തൻ തീരുമാനിച്ചാൽ നിവൃത്തിയില്ല, അവൻ ഏറ്റവും നികൃഷ്ടനാവുന്ന. പിന്നെ അവൻ്റെ അത്ര നികൃഷ്ടനാവാൻ ഒരു സൃഷ്ടിക്കും കഴിയില്ല. ഓർത്തു നോക്കൂ നിങ്ങൾ, ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നു. അങ്ങനെ സ്നേഹിച്ച പെണ്ണിന് എല്ലാം നൽകാൻ, അവർക്ക് ആവശ്യമായ ശാരീരികമായ അവരുടെ കാമ പൂർത്തീകരണത്തിന് ആവശ്യമായ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നു. എന്നിട്ട് അവളെ വിഷം നൽകി കൊല്ലുന്നു. അവളുടെ മൃതശരീരത്തെ കഷ്ണങ്ങളാക്കി കൊത്തി നുറുക്കുന്നു. എന്നിട്ട് നല്ല ഭദ്രമായ സൂട്ട് കേസിൽ അടച്ചുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നു. ഒരിക്കലും തെളിയിക്കപ്പെടരുത് എന്നുള്ള നിവൃത്തിയിൽ വളരെയധികം ബുദ്ധി ആലോചിച്ച് മനുഷ്യൻ പോളിത്തീൻ കവറുകളിലാക്കിയിട്ട് പല സ്ഥലങ്ങളിലായിട്ട് കുഴിച്ചുപൂടുന്നു. മനുഷ്യൻ്റെ ബുദ്ധി അപാരമാണ്. പക്ഷേ അവൻ ഉപയോഗിക്കുന്നത് നികൃഷ്ടതക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരു ജീവിയും ഈ ലോകത്തില്ല, മനുഷ്യനല്ലാതെ. അസ്ഫല സാഫിലിൻ, ഏറ്റവും നികൃഷ്ടനായിട്ട് താഴാൻ മനുഷ്യന് കഴിയുന്നു. മനുഷ്യൻ്റെ കയ്യിൽ ഈവൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് എന്തൊക്കെ വെച്ചിട്ടുണ്ടെന്നറിയോ? രാസായുധങ്ങൾ, ആണവായുധങ്ങൾ, ഹൈഡ്രജൻ ബോംബുകൾ. എന്തിനാണ് മനുഷ്യൻ സൃഷ്ടിച്ചത്? കൂട്ടക്കൊല നടത്താൻ, ഒരു സമൂഹത്തെ ഒന്നാകെ നശിപ്പിച്ചു കളയാൻ, ഒരു സമൂഹത്തോടുള്ള വെറുപ്പ് പല താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാവാം. സ്വാർത്ഥതയുടെ പേരിൽ, വിഷയാസക്തിയുടെ പേരിൽ, ഭൗതികമായ നേട്ടങ്ങളുടെ പേരിൽ ഒക്കെ മനുഷ്യൻ അങ്ങോട്ട് ഒരുമ്പെടാൻ തീരുമാനിച്ചാൽ അവൻ ഏറ്റവും നികൃഷ്ടനായിത്തീരും. കൂട്ടക്കൊല നടത്തുക, സംഹരിക്കുക മുഴുവൻ ആളുകളെയും. ഒരു മൃഗം അങ്ങനെ ചെയ്യില്ല. നിങ്ങൾ ഏറ്റവും ക്രൂരനായ മൃഗം എന്നാരെ പറയുക? മൃഗീയമായ നോക്കണോ? മൃഗീയതയ്ക്ക് ഇതിൻ്റെ അടുത്തെത്തൂല. മൃഗീയത എന്ന് പറയുന്നത് അവക്കൊരു നിലപാടുണ്ട്, അതിലേക്കാളപ്പുറം താഴാൻ കഴിയില്ല അവക്ക്. പക്ഷേ മനുഷ്യൻ താഴുകയാണെങ്കിൽ മൃഗങ്ങളെക്കാൾ അധപ്പതിക്കുവാൻ ഒരു മൃഗത്തിനും സാധ്യമല്ലാത്ത വിധത്തിൽ അങ്ങേയറ്റത്തെ അധപ്പതനത്തിൽ അവൻ എത്തിച്ചേരുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. മദ്യപിച്ച ചില മനുഷ്യരെ നിങ്ങൾക്ക് കാണാം, നായ്ക്കളെയും കാണാം. നായകൾക്ക് ഒരു ജീവിതമുണ്ട്, നമുക്കറിയാത്. പക്ഷേ ആ നായകളെക്കാൾ മോശമായ രൂപത്തിൽ
മദ്യപിച്ച മനുഷ്യനുണ്ടല്ലോ, ഇരുകാലി, നിവർന്നു നടക്കേണ്ട മനുഷ്യൻ ഓവുചാലിൽ വീണ് കടന്നിട്ട് അവൻ്റെ മുഖത്തേക്ക് മൂത്രമൊഴിക്കുന്ന നായ അവനേക്കാൾ ഉയർന്നവനാണ്. അസ്ഫല സാഫിലിൻ, ഏറ്റവും നികൃഷ്ടനായിട്ട് മനുഷ്യൻ താഴുന്നു. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്വാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. മനുഷ്യനെ ഈ അധമത്വത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുക ഒരൊറ്റ കാര്യമാണ്, അത് വിശ്വാസത്തിന് മാത്രമേ കഴിയൂ. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്വാലിഹാത്ത്, സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മമനുഷ്ഠിക്കുകയും ചെയ്തവരൊഴികെ. ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, അവർക്ക് വിശിഷ്ടമായ ഒരിക്കലും നിലച്ചു പോവാത്ത പ്രതിഫലമുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ ഒഴികെയാണ്, അതിൽ നിന്നും മുക്തരാക്കുകയാണ്. ഈ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് ഈ വിഭാഗം ഒഴിവാണ്. അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ ഒഴിവാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് ഫലഹും അജ്റുൻ, അവർക്ക് കൂലിയുണ്ട്, പ്രതിഫലമുണ്ട്, റിവാർഡ്. ഗൈറു മംനൂൻ, ഒരിക്കലും തടയപ്പെടാത്ത. മംനൂൻ എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു പോവാത്ത, നിലച്ചു പോകുന്നതിനും മുറിഞ്ഞു പോകുന്നതിനും മംനൂൻ. ഗൈറു മംനൂൻ, നിലച്ചു പോവാത്ത, അക്ഷയമായ, ക്ഷയിക്കാത്ത, തീർന്നു പോവാത്ത വലിയ പ്രതിഫലമാണ് അവർക്കുള്ളത്. ഗൈറു മംനൂൻ. ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ, പിന്നീടൊരു ചോദ്യമാണ്. ഫമാ യുകദ്ദിബുക, എന്നിട്ടും, യുകദ്ദിബുക, താങ്കളെ കളവാക്കുവാൻ എന്താണ് അവരെ പ്രേരിപ്പിക്കുന്നത്? ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ, എന്തിൻ്റെ കാര്യത്തിൽ? ബിദ്ദീൻ, ദീനിൻ്റെ കാര്യത്തിൽ. ദീൻ എന്നതുകൊണ്ട് ഇവിടെ വിവക്ഷിക്കുന്നത് പ്രതിഫലമാണ്, രക്ഷാശിക്ഷകളാണ്. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിൻ്റെ എന്ന് നമ്മൾ പറയുണ്ടായി. അതേ അർത്ഥമാണ് ഇവിടെ വരുന്നത് എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ, എന്നിട്ടും രക്ഷാശിക്ഷകളുടെ കാര്യത്തിൽ താങ്കളെ കളവാക്കുവാൻ എന്ത് ന്യായമാണുള്ളത് ഇവർക്ക്? വല്ലാത്തൊരു ചോദ്യ. ഇങ്ങനെ രണ്ട് കോലത്തിലുള്ള മനുഷ്യന്മാരെ എല്ലാ കാലത്തും നമുക്ക് കാണാൻ കഴിയുമല്ലോ. ഒരു വിഭാഗം, നമ്മുടെ കൂട്ടത്തിൽ രണ്ട് തരക്കാരുണ്ട്. ഒരു വിഭാഗം അവനവൻ്റെ സ്വാർത്ഥതയൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്നു. അവൻ്റെ സമയം, അവൻ്റെ അധ്വാനം, അവൻ്റെ സമ്പത്ത്, അവന് ദൈവം നൽകിയ മുഴുവൻ കഴിവുകളും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ സദാ സന്നദ്ധനായ മനുഷ്യൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സേവനത്തിനായി, ആളുകളുടെ ഉന്നമനത്തിനായിട്ട് തൻ്റെ കഴിവുകളൊക്കെ അർപ്പിക്കുവാൻ സന്നദ്ധ. ഒരു തരത്തിൽപ്പെട്ട സ്വാർത്ഥതയും അവനെ ഭരിക്കുന്നില്ല. അവനെ മുന്നോട്ട് നയിക്കുന്നത് ദൈവികമായ പ്രതിഫലം മാത്രമാണ്. വേറെ ചില ആളുകളില്ലേ, സ്വാർത്ഥംഭരികളായ, വിഷയാസക്തരായ, മദ്യാസക്തരായ, അങ്ങനെ പലതരത്തിൽപ്പെട്ട ആസക്തികൾക്ക് അടിമപ്പെട്ട മനുഷ്യൻ, ദേഹേച്ഛകൾക്ക് അടിമപ്പെട്ട മനുഷ്യൻ. എങ്ങനെയാണ് അവൻ ജീവിക്കുന്നത്? അവൻ തനിക്ക്, തൻ്റെ കുടുംബത്തിന്, തനിക്ക് മാത്രം ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആഹ്ലാദിച്ച് ആനന്ദിച്ച് അങ്ങനെ കഴിയുക. അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ലോകത്തിന് ഗുണകരമാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഒരുപക്ഷെ അവൻ്റെയും കുടുംബത്തിൻ്റെയും നാശത്തിന് വരെ ഒരുപക്ഷെ അത് വഴിവെക്കാം. അങ്ങനെ രണ്ട് കൂട്ടർ ലോകത്തുണ്ട്. ചോദിക്കുകയാണ്, ഈ രണ്ട് കൂട്ടർക്കും ഒരു പ്രതിഫലം കൊടുക്കുന്ന, അവരൊന്ന് അനുമോദിക്കുന്ന, ഒരുത്തനെ പിടിച്ച് ശിക്ഷിക്കുന്ന ഒരു ലോകം ഉണ്ടാവില്ല എന്ന് പറയാൻ എങ്ങനെ കഴിയും നിങ്ങൾക്കെന്ന? ഇത് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. ഇത് രണ്ടും ഒരേപോലെ ഇത്തരത്തിൽ രണ്ട് നിലപാട് സ്വീകരിച്ച ആളുകളെ ഏത് കാലത്തും നിങ്ങൾക്ക് കാണാം. ഇവർ രണ്ടുപേരും ഒരുപോലെയാവുമോ? ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ, ഇവർക്ക് പ്രതിഫലം, രക്ഷയും ശിക്ഷയും നൽകേണ്ടതല്ലേ? ഇനിയും ഈ രക്ഷാശിക്ഷകളില്ല എന്ന് പറയുവാൻ എന്ത് ന്യായമാണുള്ളതെന്ന്. അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ. ചോദിക്കുക, അങ്ങനെ ഒരു ന്യായം ഉണ്ടെങ്കിൽ, ഒരു ന്യായാധിപൻ ഉണ്ടെങ്കിൽ, ഹാക്കിം, ജഡ്ജ്, നമുക്കറിയാലോ ഈ ലോകത്ത്, നിങ്ങളുടെ നാട്ടിൽ, നമ്മുടെ ഒരു പ്രദേശത്ത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന രണ്ട് തരത്തിൽപ്പെട്ട ആളുകളെ കാണുന്നു. നമ്മുടെ മനസ്സ് തീർച്ചയായിട്ടും പടച്ച റബ്ബേ, ഈ നാട്ടിൽ ഒരു കോടതി ഉണ്ടെങ്കിൽ ഇവിടെ ഒരു തീരുമാനം ഉണ്ടാവണം നമ്മൾ പറയും. അനീതി കണ്ടാൽ, അധർമ്മം കണ്ടാൽ, ഒരു മനുഷ്യൻ നന്മ ചെയ്താൽ നാട്ടുകാരെ വിളിച്ചുകൂട്ടി നാം അദ്ദേഹത്തെ ആദരിക്കും. ഇത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. അള്ളാഹു ചോദിക്കുക, അങ്ങനെ ഒരു മനുഷ്യനെ ആദരിക്കപ്പെടണമെങ്കിൽ,
അങ്ങനെ ഒരു മനുഷ്യനെ ശിക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ, ഏറ്റവും നന്നായിട്ട് ആരെ ശിക്ഷിക്കണം, ഏറ്റവും നന്നായിട്ട് ആരേക്ക് പ്രതിഫലം നൽകണമെന്ന് തീരുമാനിക്കുന്നവൻ അല്ലാഹു അല്ലയോ? അല്ലാഹു അല്ലയോ ബി അഹ്കമിൽ ഹാക്കിമീൻ, വിധികർത്താക്കളിൽ, ജഡ്ജസിൽ, ജഡ്ജ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ല ജഡ്ജ് അല്ലാഹു അല്ലയോ? ആ അല്ലാഹുവിൻ്റെ വിധി എന്ന് പറയുന്നത് ആരാണോ ഫമൻ യഅ്മൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅ്മൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. മനുഷ്യ സൂക്ഷിച്ചോളൂ, ആരാണോ അണുത്തൂക്കം നന്മ ചെയ്യുന്നത് അവന് വലിയ പ്രതിഫലമുണ്ട്. എന്നാൽ അശേഷം തിന്മയാണ് വരുന്നതെങ്കിൽ അതും വിടില്ല, അതിൻ്റെ പേരിൽ അതും അവൻ കാണും. തിന്മയും നന്മയും വളരെ കൃത്യമായിട്ട് വിലയിരുത്തുന്ന വിധികർത്താവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മയൊക്കെ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു വിധാനത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഒരു അധ്യായമാണ് സൂറത്തു തീൻ. ആ അർത്ഥത്തിൽ ഈ അധ്യായത്തെ ഉൾക്കൊള്ളുവാനും അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ഏറ്റവും സൂക്ഷ്മതയോടുകൂടി ജീവിക്കുവാനും അവൻ്റെ അതിമഹത്തരമായ പ്രതിഫലം നേടി അനുഗ്രഹീതരാകുവാനും നമ്മെ എല്ലാവരെയും സർവശക്തനായ നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.